ഇപ്പോൾ നിങ്ങൾ ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് പാരന്റൽ കൺട്രോൾസ് എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. ആ ഒരു ഫീച്ചർ ചിലപ്പം നിങ്ങൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം അതിലൊരു പാസ്വേഡ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു പാസ്വേഡ് മനസ്സിലായി, നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാരന്റൽ കൺട്രോൾസിന്റെ പാസ്വേഡ് മാറ്റിയാൽ മതി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിൽ പാരന്റൽ കൺട്രോൾസിന്റെ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ ടി വിയും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയതിന് ശേഷം റിമോട്ട് എടുക്കുക. റിമോട്ട് എടുത്തിട്ട് ഇവിടെ ലാസ്റ്റ് നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ആ ഒരു ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്താൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രിഫറൻസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്ത് പോയിട്ട് അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. ഓൾറെഡി ഉള്ള പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമ്മൾ പുതിയൊരു പേജിൽ എത്തും. അപ്പം ഈ ഒരു പേജിൽ നമുക്ക് പാരന്റൽ കൺട്രോൾസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ ചേഞ്ച് പിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പോഴുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്താൽ പുതിയ പിൻ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഇതിൽ 5 നമ്പറേ കാണുന്നുള്ളൂ. ഇനി ബാക്കി 5 നമ്പേഴ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ റിമോട്ടിൽ ഇവിടെ ഇങ്ങനെ 3 ലൈൻസ് ഉള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ബാക്കി 5 നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഒരു എക്സാമ്പിളിന് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാണ്. ആ ഒരു പാസ്വേഡ് ഒന്നും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു പാസ്വേഡ് ഒന്നും കൂടി എൻ്റർ ചെയ്ത് കൊടുത്താൽ ആ ഒരു പാസ്വേഡ് ചേഞ്ച് ആവുന്നതായിരിക്കും. ഇപ്പം പുതിയ പാസ്വേഡ് അതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിൽ പാരന്റൽ കൺട്രോൾസിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.